ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബ്രോസ് കുക്കിംഗ് ഫയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മയോണീസ് ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. വീഡിയോയിലേക്ക് പോയാലോ? മയോണീസ് ചിക്കൻ കറിക്കായി 750 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 മീഡിയം സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒനിയൻ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിന് ആവശ്യമായ ഉപ്പും കൂടി നോക്കി ചേർത്ത് കൊടുക്കണം. ഇനി മസാലയും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഒഴുകി വരും. ആ വെള്ളമേ ആവശ്യമുള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം, എന്നാലേ വെള്ളം ഇറങ്ങി വരൂ. അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കനിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ കറിയിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം കൂടുതലായാൽ കറി ശരിയാകുകയില്ല. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം കണക്കായതാണ്. ഇതൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മയോണീസ് ആക്കാൻ വേണ്ടി 2 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. മയോണീസിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായി തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടിച്ച് മയോണീസ് ആക്കിയെടുക്കാം. കറി ചെറുതായി ചൂട് പോയതിനു ശേഷമേ മയോണീസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. മയോണീസ് ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മയോണീസും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചപ്പാത്തിയുടെ കൂടെയും ഞാണിൻ്റെ കൂടെയും ബട്ടൂരിയുടെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയായ കറിയാണ്.
ഞാൻ ബട്ടൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.